ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പവും അതുപോലെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് ഞാൻ ഇന്ന് ഉണ്ടാക്കി അതുപോലെ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നാളത്തെ ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ പച്ചരിയും ഞാൻ എടുത്തിട്ടുള്ളത് 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആ 3 കപ്പ് പച്ചരിക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ കുതിർത്ത് വെച്ച ശേഷം നമുക്കത് 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച ശേഷം അതിലോട്ട് 2 കപ്പ് തേങ്ങ, അതുപോലെ 2 കപ്പ് ചോറ്, 2 കപ്പില്ലെങ്കിൽ ഒരു 1.5 കപ്പ് ചോറെടുക്കാം. അത്രയും ചോറെടുത്ത് നമുക്ക് അത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തരിതരിപ്പൊന്നും പാടില്ല. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അധികം വെള്ളം ചേർത്ത് ലൂസാക്കി അരക്കാനും പാടില്ല. അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായത്. ഫസ്റ്റ് പ്രാവശ്യം തന്നെ ഞാൻ തേങ്ങ മുക്കാലും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ആ രീതിയിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം. കാരണം ആദ്യം പച്ചരി മാത്രം അരക്കുന്നെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. കാരണം ലാസ്റ്റ് എന്തായാലും നന്നായിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അരച്ചെടുക്കാം നന്നായിട്ട്. അതായത് ഞാൻ ഇപ്പം പച്ചരി കുതിർത്തിട്ടില്ല, ആ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. നന്നായി കഴുകിയെടുത്ത പച്ചരിയാണ്, എന്നിട്ടാണ് ആ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളെ ദോശയല്ല അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്, അപ്പം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് അധികം ലൂസ് ആവാൻ പാടില്ല, അധികം കട്ടിയാവാത്ത രീതിയിൽ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഒരു കയ്യിലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം തേങ്ങ ചിരകിയത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് അരച്ചു കൊടുത്തതെങ്കിൽ അത് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അരച്ചു കൊടുക്കുക. എന്നിട്ട് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. ആ 8 മണിക്കൂറിന് ശേഷമാണ് ഞാനിതെടുത്തത്. അപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. കട്ടിയാവുന്നത് കുഴപ്പമില്ല, കാരണം നമുക്കെന്തായാലും അപ്പത്തിനല്ലേ കൂട്ടല്ലേ, അത് കുഴപ്പമില്ല. കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് നമ്മൾ 1 സ്പൂണ് പഞ്ചസാര, അതുപോലെ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പഞ്ചസാര അലിയുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഈ വെളിച്ചെണ്ണ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലെ വെളിച്ചെണ്ണ എടുത്ത് നല്ലോണം ചാലിച്ചെടുത്ത് നല്ല മിക്സാക്കിയിട്ട് നമുക്ക് ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഈസ്റ്റ് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഫ്ലഫിയായി പൊന്തുന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഈസ്റ്റ് ചേർത്ത് കഴിക്കുന്നവരാണ്, അതിഷ്ടമാണെങ്കിൽ ഫ്ലഫി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് 1 സ്പൂണ് ഈസ്റ്റ്, ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെക്കുക. അത് നന്നായിട്ട് അലിഞ്ഞ് ചേർക്കും. അപ്പോൾ ഈ സമയത്താണ് ആ ഈസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഇതിലേക്കാണ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ മിസ്സാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈസ്റ്റ് മാത്രമാണ്. കാരണം നമുക്കത് വയറിന് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇതിന് മുന്നേ ആക്കിയ സമയത്തും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് വെച്ച് ഇതൊരു മണിക്കൂർ മാറ്റി വെക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം, അതായത് പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി ഇത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈസ്റ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്ത് 1 മണിക്കൂർ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ചൂടാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചുടുന്നത് ഏറ്റവും നല്ലത്. കാരണം അടിക്ക് പിടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. പാൻ ചൂടായ ശേഷം സിമ്മിലേക്ക് ഇടുക ഫ്ലെയിം. അതിനുശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത് അധികം പരത്താതെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വട്ടത്തിലാക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് ഈ സിമ്മിന്ന് കുറച്ചും കൂടി, അതായത് മീഡിയത്തിൽ എത്തണ്ട, അതിന് മുന്നേ ആ ഒരു ഫ്ലെയിമിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടുള്ള അപ്പം, അതായത് ഉള്ളൊക്കെ വെന്ത് അടിയിൽ പിടിക്കാതെ നന്നായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പം ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് ഫ്ലഫിയായി പൊന്തി വരണമെങ്കിൽ, അതായത് ദ്വാരങ്ങളൊക്കെ വന്ന് പൊന്തി വരണമെങ്കിൽ ഈസ്റ്റ് ചേർത്താൽ മതി. ഇനി നമുക്ക് അടുത്തത് സ്റ്റൂ ഉണ്ടാക്കുന്നത്, അതായത് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിത് കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് എടുക്കുക, ഉള്ളി എടുക്കുക, പച്ചമുളക്, ക്യാരറ്റ് എടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അതിലോട്ട് ചിക്കൻ, അതായത് ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആ വെള്ളം ചേർക്കുന്നില്ല. അത് ചിക്കൻ്റെ പീസ് മാത്രം ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത്, സ്റ്റൂവിലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യം വരുന്നില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ മിക്കവാറും കറികളിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് വേറെ തന്നെയായിരിക്കും. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയും. പൊടിയുപ്പിനേക്കാളും കുറച്ചും കൂടി കല്ലുപ്പിനോട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മിക്കവാറും നമുക്ക് പറ്റുന്ന കാര്യങ്ങളിലൊക്കെ കല്ലുപ്പ് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ചേർത്ത ശേഷം അതിലോട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പീസാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതായത് നമ്മൾ കഷ്ണങ്ങൾ എടുക്കുന്ന സമയത്തും ഉരുളക്കിഴങ്ങാണെങ്കിലും സ്ക്വയറായിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കുക. സവാളയാണെങ്കിലും നമ്മളതുപോലെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇങ്ങനെ ചെത്തി അരിഞ്ഞു കൊടുക്കൂലേ, അതുപോലെ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും അതുപോലെ തന്നെ സ്ക്വയറായിട്ടുള്ള പീസുകൾ, അതായത് നമ്മൾ സ്ക്വയറായിട്ടുള്ള പീസുകളായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ചിക്കനിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങും. എന്നാലും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറ് ഒരു വിസിലിന് മാത്രം ആക്കി വെച്ചാൽ മതി. കാരണം ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ അതിൻ്റെ വിസിലെടുക്കരുത്. അതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷം ഞാനിതെടുത്തു. എടുത്ത സമയത്ത് നന്നായി ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് വെന്തു, പക്ഷെ ഉടഞ്ഞു വന്നിട്ടില്ല. കണ്ടോ, ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. 2 വിസിലാണെങ്കിൽ ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒറ്റ വിസിൽ നിങ്ങൾ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വിസിൽ കൊണ്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്ത ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് കറുവപ്പട്ടയും അതുപോലെ പെരിഞ്ജീരകം, ഗ്രാമ്പു ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കിത് തേങ്ങാപ്പാൽ ഇടുന്നതിന് മുന്നേ, തേങ്ങാപ്പാൽ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ വക ഐറ്റംസൊക്കെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 1-ാം പാൽ നല്ല കട്ടിയായിട്ടുള്ള 1-ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലായിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2-ാം പാൽ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 2 കപ്പ് 2-ാം പാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2-ാം പാൽ കുറച്ചധികം ആയിപ്പോയി എനിക്ക്, അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളവരട്ടെ. ആ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും. ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അത് തിളക്കാൻ വെക്കുക. ഈ സമയത്ത് നമുക്ക് എപ്പോഴും അറിയാം, ചിക്കൻ സ്റ്റൂ ആയിക്കോട്ടെ, വെജിറ്റബിൾ സ്റ്റൂ ആയിക്കോട്ടെ, കുറച്ച് കട്ടിയായിട്ടുണ്ടാവും അതിന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കില്ലല്ലോ, അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കൂട്ടൊന്ന്, അതായത് കറി ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് അതിലോട്ട് നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതില്ലാത്തവരാണെങ്കിൽ നമ്മൾ നൈസായിട്ടില്ലേ, അതായത് നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് പൊടിയില്ലേ, അരിപ്പൊടി, ആ അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതിലോട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്, കാരണം തേങ്ങാപ്പാൽ ഓൾറെഡി എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ നന്നായി, അതായത് കട്ട കെട്ടാത്ത രീതിയിൽ നന്നായി യോജിപ്പിച്ച് അലിച്ചെടുത്ത ശേഷം നമുക്ക് ഈ മിക്സ് ആ തിളച്ച സ്റ്റൂവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നതിൻ്റെ ഒറ്റ കാരണങ്ങൾ എന്ന് വെച്ചാൽ, അതിൽ നല്ലതായിട്ടുള്ള കൊഴുപ്പ് ചേർന്ന് വരും, കൊഴുപ്പ് കിട്ടും. അത് ആഡ് ചെയ്യുമ്പം തന്നെ നമുക്കതിനുള്ളിൽ മനസ്സിലായിക്കോളും. കാരണം ആ ചാറ് പെട്ടെന്നൊരു കൊഴുപ്പ് പോലെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കുക. ഈ തിളക്കുന്ന സമയത്ത് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ എന്ന് വെച്ചാൽ, പിന്നെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. പിന്നെ തിള വരണ്ട,
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂവോ മട്ടൻ സ്റ്റൂവോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും ഫ്ലേവർഫുള്ളുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം സവാളയൊന്നും ചേർത്തത് അറിയുന്നേ ഇല്ല, കാരണം അതൊക്കെ അലിഞ്ഞ് അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും സ്കൂളിലേക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ല ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം കഴിക്കുന്ന വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. ചൂടിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഫേസ്ബുക്കിലേക്ക് അവിടെ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.